ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമ്മിൻ്റെ ഹ്യൂമാനിസം ആൻഡ് ലോജിക് എന്നതിൽ രണ്ടാമത്തെ ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലൊരു യൂണിറ്റ് കൂടി ആയാൽ ഈ പുസ്തകം കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രൂപത്തിൽ തന്നെയാണ്, മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതങ്ങനെ പറയാൻ കട്ടമാനം വിശദീകരിക്കാൻ ചിലൊന്നും എവിടെ എത്തില്ല, അതല്ലെങ്കിൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ് ഇതിൻ്റെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിക്കാണ് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൽ വരികയാണെങ്കിൽ പല സെമ്മുകളിലെ പല സബ്ജക്റ്റുകളുടെയും നോട്ട്സുകൾ മലയാളത്തിലുണ്ട്, പെയ്ഡാണ്, അസൈൻമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് ഫണ്ടമെൻറ്റൽസ് ഓഫ് ട്രഡീഷണൽ ആൻഡ് സിംബോളിക് ലോജിക് എന്ന്. അതിൽ ഫസ്റ്റ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ യൂണിവേഴ്സൽ അഫിർമേറ്റീവ് ആൻഡ് പാർട്ടിക്കുലർ അഫിർമേറ്റീവ് പ്രൊപ്പോസിഷൻസ് വിത്ത് എക്സാമ്പിൾസ്. വിച്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഇൻ ടേംസ് ഓഫ് quantity? How are they related to the affirmative quality? Provide an example of each type of propositions. അതായത് സർവവ്യാപി വിധായക വാക്യവും, അതായത് യൂണിവേഴ്സൽ അഫർമേറ്റീവ്, വംശവ്യാപി വിധായക വാക്യം, അതായത് പർട്ടിക്കുലർ അഫർമേറ്റീവ്, ഇതെന്താണെന്ന് ഉദാഹരണ സഹിതം വിശദീകരിക്കാനാണ്. വ്യാപ്തിപരത, അതിൽ അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ വാക്യങ്ങൾ എത്തരത്തിലാണ് വിധായക ഗുണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ വാക്യങ്ങൾക്ക് ഉദാഹരണം നൽകുക എന്നാണ് ചോദ്യം. അപ്പോൾ ഈ സർവ്വവ്യാപി വിധായക വാക്യത്തിൽ നമ്മൾ എന്ന് പറയാം. മുഴുവൻ സംഖ്യ അല്ലെങ്കിൽ സബ്ജക്റ്റ് ക്ലാസ്സുകളും ആഖ്യാതാവും ക്ലാസ്സിൽ ഉൾപ്പെട്ടിരിക്കണം. ഉദാഹരണത്തിന്, എല്ലാ നായ്ക്കളും സസ്തനികളാണ് എന്ന വാക്യം പരിശോധിക്കുക. അവിടെ സസ്തനികൾ എന്ന വ്യാഖ്യാതാവ് ക്ലാസ്സിൽ മുഴുവൻ നായ്ക്കളും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വംശവ്യാപി വിധായക വാക്യത്തിൽ കുറച്ച് ക്ലാസ് മാത്രം വ്യാഖ്യാത ക്ലാസ്സിൽ ഉൾപ്പെടും. ഉദാഹരണത്തിന്, ചില മൃഗങ്ങൾ കശേരുക്കൾ ഉള്ളവയാണ് എന്ന വംശവ്യാപി വിധായക വാക്യം പരിശോധിച്ചാൽ ഇവിടെ കശേരുക്കൾ എന്ന ആഖ്യാത അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് ക്ലാസ്സിൽ കുറച്ച് മൃഗങ്ങൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ സർവ്വവ്യാപി വിധായക വാക്യത്തിൻ്റെയും വംശവ്യാപി വിധായക വാക്യത്തിൻ്റെയും ഗുണപരത അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് വിധായകമാണ്. അപ്പോൾ അതായത് വ്യാഖ്യാത, അതായത് അവിടെ പറയുന്ന പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്, അതിൽ നമുക്ക് മലയാളം പറയുമ്പോഴുള്ള പ്രയാസമാണ്. അത് പ്രെഡിക്കേഷൻ എന്നാണ് പറയുക നമ്മൾ കേട്ടോ. പ്രെഡിക്കേറ്റ് എന്താണ്? ക്ലാസ്സിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിൽ ക്ലാസ് ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വ്യാപ്തിപരതയിൽ ക്വാണ്ടിറ്റിയിൽ ഈ 2 വാക്യങ്ങളും വ്യത്യാസപ്പെട്ടുന്നുണ്ട്. വാക്യത്തിൻ്റെ വ്യാപ്തി സർവ്വവ്യാപിയും വാക്യത്തിൻ്റെ വ്യാപ്തി വംശവ്യാപിയുമാണ്. അപ്പോൾ വാക്യത്തിൽ ആഖ്യ അല്ലെങ്കിൽ പൂർണ്ണവ്യാപ്തം, വാക്യത്തിൽ ആഖ്യയും അതുപോലെ തന്നെ അവ്യാപ്തിപരവുമായിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്: ഡിസ്ക്രൈബ് ദ യൂണിവേഴ്സൽ നെഗറ്റീവ് ഓർ ആൻഡ് പർട്ടിക്കുലർ നെഗറ്റീവ് പ്രൊപ്പോസിഷൻസ് വിത്ത് illustrations. How do they differ in quantity? What is their common quality? Give one example for each proposition type. സർവ്വവ്യാപി നിഷേധക വാക്യം അതായത് ഈ പ്രൊപ്പോസിഷൻ, വംശവ്യാപി നിഷേധക വാക്യം പ്രൊപ്പോസിഷൻ എന്താണെന്ന് ഉദാഹരണ സഹിതം വിവരിക്കുക. വ്യാപ്തിപരത അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ ഈ 2 വാക്യങ്ങളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇവയുടെ പൊതുവായ ഗുണപരത അല്ലെങ്കിൽ ക്വാളിറ്റി ഏതാണ്? ഓരോ വാക്യത്തിനും ഓരോ ഉദാഹരണം വീതം നൽകുക എന്നാണ്. അപ്പോൾ സർവ്വവ്യാപി നിഷേധക വാക്യത്തിൽ ആഖ്യ ക്ലാസ്സിലെ ഒരംശം പോലും ആഖ്യാത ക്ലാസ്സിൽ ഉൾപ്പെടുന്നില്ല. ഉദാഹരണത്തിന്, തിമിംഗലങ്ങളൊന്നും ഉഭയജീവികളല്ല എന്ന വാക്യം പരിശോധിച്ചാൽ ഇവിടെ ഉഭയജീവികൾ എന്ന ആഖ്യാത ക്ലാസ്സിലെ ഒരു തിമിംഗലം പോലും ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ വംശവ്യാപി വിധായക വാക്യത്തിൽ ആഖ്യ അല്ലെങ്കിൽ സബ്ജക്റ്റ് ക്ലാസ്സിൽ കുറച്ച് അംശങ്ങളെങ്കിലും ആഖ്യാത ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രെഡിക്കേഷനിൽ ഉൾപ്പെടാതെ മാറി നിൽക്കുന്നവയാണ്. ഉദാഹരണത്തിന്, ചില പക്ഷികൾ പറക്കുന്ന ജീവികളല്ല എന്ന വാക്യം പരിശോധിക്കുക. അവിടെ പറക്കുന്ന ജീവികൾ എന്ന ആഖ്യ ക്ലാസ്സിലെ കുറച്ച് പക്ഷികൾ എന്ന് പറയുന്നത് ഉൾപ്പെടുന്നില്ല. അപ്പോൾ സർവ്വവ്യാപി നിഷേധവാക്യത്തിൻ്റെ അംശവ്യാപ്തി നിഷേധവാക്യത്തിൻ്റെയും ഗുണപരത നമ്മൾ നോക്കുകയാണെങ്കിൽ നിഷേധകം ആണത്, നെഗറ്റീവാണ്. അതായത് അവിടെ ആഖ്യ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് നിഷേധ രൂപത്തിലാണ്. വ്യാപ്തിപരതയിൽ ഈ വാക്യം സർവ്വവ്യാപിയും വാക്യം അംശവ്യാപ്തിയും ആണ്.
സർവ്വവ്യാപി നിഷേധക വാക്യത്തിൽ സബ്ജക്റ്റ് ക്ലാസ്സും ആഖ്യാത ക്ലാസ്സും പൂർണ്ണ വ്യാപ്തം ഉള്ളതാണ്. എന്നാൽ വംശവ്യാപ്തി നിഷേധക വാക്യത്തിൽ ആഖ്യാത ക്ലാസ് മാത്രം പൂർണ്ണവ്യാപ്തം ആകുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, elucidate the concept of distribution of terms in categorical propositions. What are the rules governing the distribution of subject and predicate terms in A, E, I and O propositions? Illustrate the relevant examples. ഇവിടെ നമ്മൾ AIOU എന്നുള്ളതുണ്ടല്ലോ, നിരുപാധിക തർക്കവാക്യങ്ങളിലെ, അതായത് കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻസിലെ പദങ്ങളുടെ ടേമുകളിലെ വ്യാപ്തി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഏത് തരത്തിലാണ് എന്ന് വ്യക്തമാക്കാനാണ്. AEIOU എന്ന വാക്യങ്ങളിലെ ആഖ്യയുടെയും ആഖ്യാതാവിൻ്റെയും വ്യാപ്തിയെ നിർണ്ണയിക്കുന്ന നിയമങ്ങൾ ഏതൊക്കെയാണ്? പ്രസക്തമായ ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിക്കുക എന്നാണ് കേട്ടോ. നിരുപാധിക തർക്കവാക്യത്തിലെ ഒരു പദം പൂർണ്ണ വ്യാപ്തമാകുന്നത് ആ പദം പ്രതിനിധാനം ചെയ്യുന്ന ക്ലാസ്സിലെ മുഴുവൻ അംഗങ്ങളെയും സൂചിപ്പിക്കുമ്പോഴാണ്. എന്നാൽ ഒരു പദം അവ്യാപ്ത പദം ആകുന്നത് ആ പദം പ്രതിനിധാനം ചെയ്യുന്ന ക്ലാസ്സിലെ കുറച്ച് അംഗങ്ങളെ മാത്രം സൂചിപ്പിക്കുമ്പോഴാണ്. പദങ്ങളുടെ വ്യാപ്തി നിർണ്ണയിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണെന്ന് നോക്കാം. എ എന്ന് പറയുന്നത് വാക്യത്തിലെ ആഖ്യപദം മാത്രം പൂർണ്ണവ്യാപ്തമാണ്. ഇ എന്നതിലെ വാക്യത്തിലെ ആഖ്യപദവും ആഖ്യാത പദവും പൂർണ്ണവ്യാപ്തമാണ്. ഐ എന്ന വാക്യത്തിലെ ആഖ്യപദവും ആഖ്യാത പദവും അവ്യാപ്തമാണ്. ഇനി ഓയിലാണെങ്കിൽ AEIOU എന്നുള്ളതിൽ ഓയിലാണെങ്കിൽ വാക്യത്തിലെ ആഖ്യപദം മാത്രം പൂർണ്ണവ്യാപ്തമാണ്. ഉദാഹരണത്തിന് എല്ലാ പൂച്ചകളും മർജാര വർഗത്തിൽപ്പെട്ടവയാണ് എന്ന സർവ്വവ്യാപി വിധായക വാക്യം പരിശോധിച്ചാൽ ഇവിടെ ആഖ്യപദം ആയ പൂച്ചയുടെ മുഴുവൻ ക്ലാസ്സിനെയും മുഴുവൻ പൂച്ച വിഭാഗത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആഖ്യപദം പൂർണ്ണവ്യാപ്തി പദമാണ്. എന്നാൽ ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയും എന്ന അംശവ്യാപ്തി വിധായക വാക്യത്തിൽ ആഖ്യപദമായ പക്ഷികൾ എന്താണ്? എല്ലാ പക്ഷികളോ എന്നുള്ളതാണ്. അല്ല, പക്ഷികളോ എന്ന് പറക്കാൻ കഴിയും എന്ന ആഖ്യാത പദമോ പൂർണ്ണവ്യാപ്ത പദങ്ങളല്ല, മറിച്ച് അവ അവ്യാപ്ത പദങ്ങളായിട്ടാണ്, അതായത് പൂർണ്ണമാകുന്നില്ല. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഒപ്പോസിഷൻ റിലേഷൻ ബിറ്റ്വീൻ കാറ്റഗോറിക്കൽ പ്രിപ്പോസിഷൻസ്, നെയ്മലി കോൺട്രാഡിക്ഷൻ, കോൺട്രാഡിക്ടറി ആൻഡ് സബ് കോൺട്രാഡിക്ടറി. എക്സ്പ്ലെയിൻസ് ഈച്ച് റിലേഷൻ വിത്ത് സബ്സ്റ്റിറ്റ്യൂട്ടബിൾ എക്സാമ്പിൾസ് ആൻഡ് ട്രൂത്ത് വാല്യൂ ഇൻവോൾവ്ഡ്. അതായത് നമുക്കിതിൽ നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിലാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. നിരുപാധിക വാക്യങ്ങളിൽ കാറ്റഗോറിക്കൽ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞില്ലേ, നിരുപാധിക വാക്യങ്ങളിൽ പൂർവ്വപരവിരുദ്ധതകൾ, കേവല വിരുദ്ധതകൾ, ഉപകേവല വിരുദ്ധതകൾ എന്നീ വാക്യവിരുദ്ധതകളെക്കുറിച്ച് വിവരിക്കുക എന്നാണ്. അപ്പോൾ അതൊക്കെ ഇംഗ്ലീഷിലാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കുകളായിരിക്കും. ഈ വാക്യവൈരുദ്ധ്യ ബന്ധങ്ങൾക്ക് ഉചിതമായ ഉദാഹരണങ്ങൾ നൽകി വസ്തുതാമൂല്യം സഹിതം വിശദമാക്കുക, അതിൻ്റെ മൂല്യം സഹിതം വിശദമാക്കുക ആണ്. അപ്പം അതിൻ്റെ ഉത്തരം, നിരുപാധിക വാക്യങ്ങൾ തമ്മിലെ വാക്യവൈരുദ്ധ്യത ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാതെ. അപ്പോൾ പൂർവാപര വിരുദ്ധങ്ങളുണ്ട്, കോൺട്രാഡിക്ഷൻ എന്ന് പറയും. ഒരേ ആഖ്യപദവും ആഖ്യാത പദവും വ്യത്യസ്ത വ്യാപ്തിപരതയും ഗുണപരതയുമുള്ള രണ്ട് വാക്യങ്ങൾ തമ്മിലെ വൈരുദ്ധ്യ ബന്ധമാണ് പൂർവാപര വിരുദ്ധ ബന്ധം എന്ന് പറയുന്നത്. എയും അതുപോലെ ഓയും തമ്മിലുള്ള ബന്ധം, ഇയും ഐയും തമ്മിലുള്ള ബന്ധം പൂർവ്വവ്യാപര വിരുദ്ധ ഉദാഹരണമാണ്. ഇവിടെ രണ്ട് വാക്യങ്ങൾ ഒരേ സമയം ശരിയാകാനോ ഒരേ സമയം തെറ്റാകാനോ കഴിയില്ല. അപ്പോൾ ഉദാഹരണത്തിന്, എല്ലാ മനുഷ്യനും മരണമുള്ളവരാണ്, കുറച്ച് മനുഷ്യർക്ക് മരണമില്ല എന്ന വാക്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യ ബന്ധം പൂർവാപര വിരുദ്ധം ആണ്. ഇനി കേവല വിരുദ്ധങ്ങൾ, രണ്ട് സർവ്വവ്യാപി വാക്യങ്ങളായ എ അതുപോലെ ഇ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണ് കേവല വൈരുദ്ധ്യം. ഇവിടെ ഒരേ ആഖ്യാപദവും ആഖ്യാത പദവും വ്യത്യസ്ത ഗുണപരതയുമാണ് ഉള്ളത്. ഈ രണ്ട് വാക്യങ്ങൾ ഒരേ സമയം ശരിയാകാൻ കഴിയില്ല, എന്നാൽ അവയ്ക്ക് ഒരേ സമയം തെറ്റാകാനും കഴിയുകയും ചെയ്യും. ഇനി കേവല വിരുദ്ധ, അതായത് സബ് കോൺട്രറി ഒപ്പോസിഷൻസാണ്. രണ്ട് അംശവ്യാപ്തി വാക്യങ്ങളായ ഐ അതുപോലെ ഒ തമ്മിലുള്ള കേവല വിരുദ്ധ ബന്ധ വൈരുദ്ധ്യമാണ്. ഇവിടെ ഒരേ ആഖ്യപദവും ആഖ്യാതപദവുമാണ്, വ്യത്യസ്ത ഗുണപരതയുമാണ് അവയ്ക്കുള്ളത്. ഇവയ്ക്ക് ഒരേ സമയം തെറ്റാകാൻ കഴിയില്ല, എന്നാൽ ഇവയ്ക്ക് ഒരേ സമയം ശരിയാകാൻ കഴിയും. നേരത്തെ ഓപ്പോസിറ്റാണ്. ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, elaborate on the subalternization relation between universal and particular propositions.
How does the truth or falsity of universal preposition affect the truth value is corresponding particular proposition? Provide examples to clarify your explanations. അതായത് സർവ്വവ്യാപി, അതായത് യൂണിവേഴ്സൽ, വംശവ്യാപി അഥവാ പർട്ടിക്കുലർ തർക്കവാക്യങ്ങൾ പ്രൊപ്പോസിഷൻസിൽ തമ്മിൽ ഉപാശ്രിത വിരുദ്ധത, അതായത് സബാൾട്ടർനേഷൻ ബന്ധത്തെക്കുറിച്ച് വിവരിക്കാനാണ്. ഒരു സർവ്വവ്യാപി വാക്യത്തിൻ്റെ ശരിയും തെറ്റും അതിൻ്റെ അനുബന്ധ വംശവ്യാപ്തി വാക്യത്തിൻ്റെ ശരിയെയും തെറ്റിനെയും ഏത് തരത്തിലാണ് ബാധിക്കുന്നത് എന്ന് ഉദാഹരണ സഹിതം വിശദമാക്കുക എന്നാണ് ചോദ്യം തന്നിട്ടുള്ളത്. അപ്പോൾ അതിനുത്തരം ഒരേ ആക്യയും ആഖ്യാതാവും വ്യത്യസ്ത വ്യാപ്തിയുമുള്ള ഒരു സർവ്വവ്യാപി വാക്യവും അംശവ്യാപി വാക്യവും തമ്മിലുള്ള ബന്ധമാണ് ഉപാശ്രിത വിരുദ്ധ ബന്ധം, അല്ലെങ്കിൽ സബാൾട്ടേണേഷൻ എന്ന് പറയുന്നത്. സബാൾട്ടേണേഷൻ ആണ് കേട്ടോ. എ ആൻഡ് ഐ, ഇ ആൻഡ് ഒ ഇവയുടെ സർവ്വവ്യാപി വാക്യം ശരിയാണെങ്കിൽ അതിനനുബന്ധമായ വംശവ്യാപി വാക്യവും ശരിയായിരിക്കും. എന്നാൽ സർവ്വവ്യാപി വാക്യം തെറ്റാണെങ്കിൽ അതിനനുബന്ധമായ വാക്യം എന്താണ്? സംശയാസ്പദമായിരിക്കും. തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ അംശവ്യാപി വാക്യം ശരിയാണെങ്കിൽ സർവ്വവ്യാപി വാക്യത്തിൽ ശരിയും തെറ്റും സംശയാസ്പദമായിരിക്കും. അംശവ്യാപി വാക്യം തെറ്റാണെങ്കിൽ അതിൻ്റെ സർവ്വവ്യാപി വാക്യവും തെറ്റായിരിക്കും. ഉദാഹരണത്തിന് എല്ലാ കടുവകളും മാംസബുക്കുകളാണ് എന്ന സർവ്വവ്യാപി വാക്യം ശരിയാണെങ്കിൽ ചില കടുവകൾ എന്താണ്? മാംസബുക്കുകളാണ് എന്ന അംശവ്യാപി വാക്യം ശരിയായിരിക്കും എന്നുള്ളതാണ്. ഇനിയൊരു ക്വസ്റ്റ്യൻ. ഡിഫൈൻ എ വേരിയബിൾ ആൻഡ് എ കോൺസ്റ്റൻറ്റ് ഇൻ സിംബോളിക് ലോജിക്. വാട്ട് ആർ ദ പ്രൈമറി പർപ്പസസ് ഓഫ് യൂസിങ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻറ്റ്സ് ഇൻ സിംബോളിക് ലോജിക്? ഗിവ് എക്സാമ്പിൾസ് ഓഫ് ഈച്ച്. സിംബോളിക് ലോജിക്കിലെ വേരിയബിളുകളും കോൺസ്റ്റൻസും എന്താണെന്ന് നിർവചിക്കുക. സിംബോളിക് ലോജിക്കിൽ ഇവ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാഥമിക ഉദ്ദേശം എന്തൊക്കെയാണ്? ഓരോ ഉദാഹരണങ്ങൾ സഹിതം സമർത്ഥിക്കുക എന്നാണ്. ഇപ്പോൾ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ ഏതെങ്കിലും ഒരു പ്രസ്താവനയോ വാക്യത്തെയോ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രതീകങ്ങളാണ് വേരിയബിളുകൾ എന്ന് പറയുന്നത്. ചില ലോജിക്കൽ പ്രവർത്തനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപയോഗിക്കുന്ന സ്ഥായിയായ ലോജിക്കൽ ചിഹ്നങ്ങളാണ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. പ്രസ്താവനകളുടെ പ്രതീകാത്മകമായ ചിത്രീകരണത്തിന് വേരിയബിളുകളെയും ഈ പ്രസ്താവനകൾ തമ്മിലുള്ള ലോജിക്കൽ പ്രവർത്തനങ്ങളെ പ്രതിനിധീകരിക്കുന്നതിന് കോൺസ്റ്റൻറ്റുകളെയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ സാധാരണയായി പി, ക്യു, ആർ എന്നീ വേരിയബിളുകളാണ് പ്രസ്താവനകളുടെ പ്രതീകങ്ങളായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. സംയോജിത അല്ലെങ്കിൽ കൺജങ്ഷനിൽ നമ്മൾ ആ കൺജങ്ഷൻ ചിഹ്നമുണ്ടല്ലോ, അത് വിയോജകത്തിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ വിയോജകമായ ചിഹ്നം കൊടുക്കും. അതുപോലെ ഹേതാശ്രിതം, ബൈകണ്ടീഷണൽ എന്ന് പറയുന്നതിലൊക്കെ എന്താണ്? നെഗറ്റീവ് നിഷേധമൊക്കെ അതിലൊക്കെ നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ചില കോൺസ്റ്റൻറ്റുകളുണ്ട്. ഇതൊക്കെ ഇപ്പം ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞോണ്ട് ഇതൊക്കെ എഴുതി ശരിക്കും കാണിക്കണം നിങ്ങൾ, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പറയല്ലാതെ എഴുതി കാണിക്കാൻ എന്തെങ്കിലും നിർവാഹമില്ല കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ലോജിക്കൽ കണക്റ്റീവ് ഓഫ് കൺജങ്ഷൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഹൗ ഈസ് ഇറ്റ് റെപ്രസെൻറ്റഡ് സിംബോളിക്കലി ആൻഡ് വാട്ട് ആർ ദ ട്രൂത്ത് കണ്ടീഷൻസ് ഫോർ എ കൺജങ്ഷൻ ടു ബി ട്രൂ ഓർ ഫാൾസ്? അതായത് ഒരു പ്രസ്താവന, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുന്നത് സംയോജനം എന്ന ലോജിക്കൽ കണക്റ്റീവിനെ കുറിച്ച് ഉദാഹരണ സഹിതം വിവരിക്കാനാണ്. ഇവയെ പ്രതീകാത്മകമായിട്ട് എങ്ങനെയാണ് നമ്മൾ ചിത്രീകരിക്കാൻ കഴിയുക? സംയോജനം ശരിയും തെറ്റുമാകുന്നതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്? അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉത്തരം എന്ന് പറയില്ലേ നമ്മൾ, ആൻഡ് എന്നതിന് എന്ന ലോജിക്കൽ കണക്റ്റിവിറ്റി ഉപയോഗിച്ച് രണ്ട് ലളിതമായ പ്രസ്താവനകളെ യോജിപ്പിച്ച് സംയുക്ത പ്രസ്താവനകളാക്കി മാറ്റുന്ന ലോജിക്കൽ പ്രക്രിയയാണ് സംയോജനം അല്ലെങ്കിൽ കൺജങ്ഷൻ. ഡോട്ട് എന്ന ചിഹ്നം ഉപയോഗിച്ച് ആണ് നമ്മൾ സംയോജനം ചിത്രീകരിക്കുന്നത്. ഒരു സംയോജന പ്രസ്താവന ശരിയാകണമെങ്കിൽ അതിൽ സംയോജിപ്പിച്ചിരിക്കുന്ന രണ്ട് ലളിതമായ ഘടക പ്രസ്താവനകളും ശരിയായിരിക്കണം. സംയോജിപ്പിക്കുന്ന രണ്ട് ലളിത ഘടക പ്രസ്താവനകളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടുമോ തെറ്റാണെങ്കിലോ സംയോജന പ്രസ്താവനയും തെറ്റായിരിക്കും. ഉദാഹരണത്തിന് ആലീസ് ഉയരമുള്ളവളും മിടുക്കിയുമാണ് എന്ന സംയോജന പ്രസ്താവനയെ പി ക്യു എന്ന പ്രതീകാത്മകമായിട്ട് നമ്മൾ ചിത്രീകരിക്കും. ഈ സംയോജന പ്രസ്താവന ശരിയാകണമെങ്കിൽ ഇവിടെ സംയോജിപ്പിച്ചിരിക്കുന്ന ആലീസ് ഉയരമുള്ളവളാണ് എന്ന പി പ്രസ്താവനയും ആലീസ് മിടുക്കിയാണ് എന്ന ക്യു പ്രസ്താവനയും ശരിയായിരിക്കണം എന്നാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് negation in symbolic logic. How is it symbolically represented? Provide an example of a negated statement and its symbolic representation.
സിംബോളിക് ലോജിക്കിലെ നിഷേധകം അല്ലെങ്കിൽ നെഗേഷൻ എന്ന ആശയത്തെക്കുറിച്ച് വിവരിക്കുക. ഇവയെ പ്രതീകാത്മകമായിട്ട് എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? നിഷേധാത്മകത്തിനൊരു ഉദാഹരണം നൽകി അതിൻ്റെ പ്രതീകാത്മക ചിത്രീകരണവും നടത്തുക എന്നാണ്. ആൻസർ: ഒരു പ്രസ്താവനയുടെ വസ്തുതാമൂല്യത്തെ വിപരീതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോജിക്കൽ പ്രക്രിയയാണ് നിഷേധാത്മകം അല്ലെങ്കിൽ നിഷേധകം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഡിൽഡ് എന്ന ചിഹ്നം പ്രസ്താവനയുടെ മുന്നിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നിഷേധകത്തെ പ്രതിനിധീകരിക്കുന്നത്. ഡിൽഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ശരിക്കൊരു ഇങ്ങനെ ഒരു മാർക്കിട്ടിട്ട് രണ്ട് അനോട്ടേഷൻസ് കൊടുക്കുകയാണ് അവിടെ, ഉദ്ധരണികൾ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നിഷേധാത്മക അല്ലെങ്കിൽ നിഷേധകത്തെ പ്രതികരിക്കുക. തന്നിരിക്കുന്ന പി എന്ന പ്രസ്താവന ശരിയാണെങ്കിൽ അവിടെ പി പ്രസ്താവനയുടെ നിഷേധം പി തെറ്റായിരിക്കും. എന്നാൽ തന്നിരിക്കുന്ന പി പ്രസ്താവന തെറ്റാണെങ്കിൽ അതിൻ്റെ നിഷേധം പി ശരിയായിരിക്കും എന്നുള്ള. ഉദാഹരണത്തിന് ഇന്ന് മഴയാണ് എന്ന പി പ്രസ്താവനയെ നമുക്ക് നിഷേധമായിട്ട് ഇന്ന് മഴയല്ല എന്ന പി പ്രസ്താവനയായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. അതായത് ഒരേ ശരിയായ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരേപോലെ പറയാൻ കഴിയും എന്നുള്ളത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ്. എലൂസിഡേറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിസ്ജങ്ഷൻ ഇൻ സിംബോളിക് ലോജിക് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ് സെൻസസ്. ഹൗ ഈസ് ഇറ്റ് സിംബോളിക്കലി റെപ്രസെൻറ്റഡ്? ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഈച്ച് സെൻസ് ഓഫ് ഡിസ്ജങ്ഷൻ. അതായത് സിംബോളിക് ലോജിക്കിലെ വിയോജകം എന്ന ആശയത്തെയും അവയുടെ ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഉപയോഗ രീതികളെയും വ്യക്തമാക്കുക. വിയോജകത്തെ എങ്ങനെയാണ് പ്രതീകാത്മകമായിട്ട് ചിത്രീകരിക്കുന്നത്? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. രണ്ട് ലളിതമായ ഘടക പ്രസ്താവനകളെ അല്ലെങ്കിൽ ഓർ എന്ന ലോജിക്കൽ കണക്റ്റീവ് ഉപയോഗിച്ച് സംയുക്ത പ്രസ്താവനകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്? വിയോജകം എന്നത്. ഇപ്പോൾ വെഡ്ജ് വി എന്ന ചിഹ്നം ഉപയോഗിച്ചാണ് വിയോജകത്തെ പ്രതീകാത്മകമായിട്ട് ചിത്രീകരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഘടക പ്രസ്താവന മാത്രം ശരിയായിരിക്കും രണ്ട് ഘടക പ്രസ്താവനകൾക്ക് ഒരേ സമയം ശരിയാകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന വിയോജക പ്രസ്താവനകളെ നമ്മൾ എക്സ്ക്ലൂസീവ് വിയോജകം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ഒന്നുകിൽ മഴ പെയ്യും അല്ലെങ്കിൽ മഞ്ഞു വീഴും. ഈ വിയോജക പ്രസ്താവനയിലെ ഏതെങ്കിലും ഒരു ഘടക പ്രസ്താവന വികല്പ പ്രസ്താവനയ്ക്ക് മാത്രമേ ശരിയാകാൻ കഴിയൂ. രണ്ട് സാധ്യതകൾക്കും ഒരുമിച്ച് ശരിയാകാൻ അവിടെ കഴിയില്ലല്ലോ, അതാണ്. പിന്നെ വിയോജക പ്രസ്താവനകളിലെ ഏതെങ്കിലും ഒരു ഘടക പ്രസ്താവന ശരിയായിരിക്കും ഒരേ സമയം രണ്ട് ഘടക പ്രസ്താവനകൾക്കും ശരിയാകാൻ സാധ്യതയുള്ളതുമായ വിയോജക പ്രസ്താവനകളെയാണ് ഇൻക്ലൂസീവ് വിയോജകം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് സാം ഭൗതികശാസ്ത്രമോ രസതന്ത്രമോ പഠിക്കുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു ഘടക പ്രസ്താവന ശരിയാവുന്നതോടൊപ്പം രണ്ട് പ്രസ്താവനകൾക്കും ശരിയാകാനുള്ള സാധ്യതയില്ല. രണ്ടും പഠിച്ചുകൂടെ കുട്ടിക്ക്? ഒന്നുകിൽ സാമിന് ഭൗതികശാസ്ത്രം പഠിക്കാം അല്ലെങ്കിൽ രസതന്ത്രം പഠിക്കാം. അതുമല്ലെങ്കിൽ ഇവ രണ്ടും ഒരേ സമയം പഠിക്കുകയും ചെയ്യാം. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇനി അതിൽ വിയോജക പ്രസ്താവന വി ക്യൂ എന്നാ പറയുക കേട്ടോ. ശരിയാണെങ്കിൽ ഒന്നുകിൽ പി പ്രസ്താവന ശരിയാകണം അല്ലെങ്കിൽ ക്യൂ പ്രസ്താവന ശരിയാകണം. അതുമല്ലെങ്കിൽ ഇവ രണ്ടും ശരിയായിരിക്കണം അല്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. Define the logical connective of implication with an example. How is it symbolically represented? What are the truth conditions for an implication to be true or false? അതായത് കാരണാനുസൃതം എന്ന ലോജിക്കൽ കണക്ടിവിറ്റിനെ കുറിച്ച് ഉദാഹരണ സഹിതം നിർവചിക്കുക. ഇതിനെ എങ്ങനെയാണ് പ്രതീകാത്മകമായിട്ട് ചിത്രീകരിക്കുന്നത്? ഒരു കാരണാനുസൃത പ്രസ്താവന ശരിയും തെറ്റും ആകുന്നതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ പി ആണെങ്കിൽ പി ക്യൂ പറയാം നമ്മൾ എന്ന രീതിയിൽ ലോജിക്കൽ കണക്ടിവിറ്റി ഉപയോഗപ്പെടുത്തി സംയുക്ത പ്രസ്താവനകൾ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് കാരണാനുസൃതം എന്ന് പറയുന്നത്. ഇവിടെ പി പ്രസ്താവന പൂർവവർത്തിയും പ്രസ്താവന ഉത്തരവർത്തി, അതായത് ക്യൂ പ്രസ്താവന ഉത്തരവർത്തിയുമാണ്. ഇതിനെ ഹോഴ്സ് ഷൂ എന്ന ചിഹ്നം ഉപയോഗിച്ച് പ്രതീകാത്മകമായിട്ട് ചിത്രീകരിക്കും. ഇതുപോലെ ഹേതാശ്രിത പ്രസ്താവനയിലെ പൂർവ്വഭാഗം ശരിയാവുകയും ഉത്തരഭാഗം തെറ്റാവുകയും ചെയ്യുന്ന അവസരത്തിൽ മാത്രമാണ് ഹേതാശ്രിത പ്രസ്താവന ഉപയോഗിക്കുന്നത്. മഴ പെയ്യുകയാണെങ്കിൽ നിലം നനയും. അപ്പോൾ ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ എന്ന പി പ്രസ്താവന ശരിയാവുകയും നിലം നനയും എന്ന കാരണാനുസൃത പ്രസ്താവന തെറ്റാവുന്നതുമാണ്. ഇത്രയാണ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ്. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ. എക്സ്പ്ലെയിൻ ദ 4 സ്റ്റാൻഡേർഡ് ഫോംസ് ഓഫ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ് ഇൻ ഡീറ്റെയിൽ ഇൻക്ലൂഡിംഗ് ദെയർ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ് എന്ന്. അതായത് വ്യാപ്തിപരത, ഗുണപരത, പ്രതീകാത്മക ചിത്രീകരണം, വാക്കുകളുടെ വ്യാപ്തത എന്നിവ ഉൾപ്പെടുത്തി 4 പ്രധാന തർക്കവാക്യങ്ങളെ കുറിച്ച് വിവരിക്കുക എന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് 4 പ്രധാന തർക്കവാക്യങ്ങൾ എന്നാദ്യം പറയാം. പ്രധാനപ്പെട്ട 4 തർക്കവാക്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് സർവ്വവ്യാപി വിധായകം, രണ്ടാമത്തത് സർവ്വവ്യാപി നിഷേധകം, മൂന്നാമത്തത് വംശവ്യാപി വിധായകം, നാലാമത്തത് വംശവ്യാപി നിഷേധം. സർവ്വവ്യാപി വിധായകത്തിൻ്റെ വ്യാപ്തി സർവ്വവ്യാപിയും ഗുണപരത വിധായകവുമാണ്. സർവ്വവ്യാപി വിധായക വാക്യത്തെ എല്ലാ എസും പിയും ആകുന്നു.
ഓൾ എസ് ഈസ് പി എന്ന് പറയാം കേട്ടോ. 5.3 ഈ വാക്യത്തിൽ ആക്യം മാത്രം പൂർണ്ണവ്യാപ്ത പദമായിരിക്കും. ഉദാഹരണം എല്ലാ നായ്ക്കളും സസ്തനികളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. വംശവ്യാപി വിധായക വാക്യത്തെ അഫർമേറ്റീവ്, അതായത് പർട്ടിക്കുലർ അഫർമേറ്റീവ് വെച്ചില്ല എസ് പി ആകുന്നുണ്ട്. സം എസ് എസ് ആർ പി എന്ന് പറയും, എസ് ഇസ് പി എന്ന് പ്രതീകാത്മകമായിട്ട് അവിടെ സ്ഥിരീകരിക്കാം. ഇവിടെ ആക്യയും ആഖ്യാതാവും അവ്യാപ്ത പദങ്ങളാണ്. ഉദാഹരണത്തിന് ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയും എന്നാണ്. ഇപ്പോൾ സർവ്വവ്യാപി നിഷേധക വാക്യത്തെ പ്രതീകാത്മകമായിട്ടൊരു എസും പിയും എന്ന് നമ്മൾ ചിത്രീകരിക്കുകയാണെങ്കിൽ സർവ്വവ്യാപി നിഷേധ വാക്യത്തിൽ ആക്യയും ആഖ്യാതാവും പൂർണ്ണവ്യാപ്ത പദങ്ങളായിരിക്കും. ഇപ്പോൾ തിമിംഗലങ്ങളൊന്നും ഉഭയജീവികളെല്ലാം നമ്മൾ നേരത്തെ ഉദാഹരണം, കുറച്ച് പക്ഷികൾക്ക് മാത്രമേ കശേരുക്കളില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞില്ലേ. അപ്പോൾ ആ ഉദാഹരണം വെച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയണം. ഇതാണ് അതിൻ്റെ ഉദാഹരണത്തിൽ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പദത്തിന് ചില ഉദാഹരണങ്ങൾ ചേർത്ത് വെച്ച് എഴുതുക കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ 3 types of opposition relation between categorical propositions, namely contradiction, contrarily and subcontrarily with suitable examples of the truth values. നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഒന്നുകൂടി കുറച്ച് വിശദീകരിച്ച് പറയാണ്ടെന്നല്ലോ കേട്ടോ. പൂർവാപര വിരുദ്ധങ്ങൾ, കേവല വിരുദ്ധങ്ങൾ, ഉപകേവല വിരുദ്ധങ്ങൾ എന്നിങ്ങനെ നിരുപാധിക തർക്കവാക്യങ്ങളുടെ 3 തരത്തിലുള്ള വൈരുദ്ധ്യ ബന്ധങ്ങളെ ഉചിതമായ ഉദാഹരണങ്ങളും അവയുടെ ട്രൂത്ത് വാല്യൂകളും സഹിതം ചർച്ച ചെയ്യുക എന്നാണ്. ഒരേ ആഖ്യയും ആഖ്യാതാവും വ്യത്യസ്ത ഗുണപരതയുമുള്ള തർക്കവാക്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യ ബന്ധത്തെയാണ് പൂർവ്വവിരുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് ഒരേ സമയം ശരിയോ തെറ്റോ ആകാൻ കഴിയില്ല. ഉദാഹരണം, എല്ലാ പൂച്ചകളും മർച്ചാര വിഭാഗത്തിൽപ്പെട്ടവയാണ്, കുറച്ച് പൂച്ചകൾ മർച്ചാര വിഭാഗത്തിൽപ്പെട്ടവയല്ല എന്നിവ തമ്മിലെ ബന്ധം പൂർവാപര വിരുദ്ധം ആണ്. ഒരേ ആഖ്യയും ആഖ്യാതാവും വ്യത്യസ്ത ഗുണപരതയുമുള്ള 2 സർവ്വവ്യാപി നിരുപാധിക തർക്കവാക്യങ്ങൾ തമ്മിലെ വൈരുദ്ധ്യ ബന്ധങ്ങളാണത് സൂചിപ്പിക്കുന്നത്. കേവല വിരുദ്ധങ്ങൾ ഇവയ്ക്ക് ഒരേ സമയം ശരിയാകാൻ കഴിയില്ല, എന്നാൽ ഒരേ സമയം തെറ്റാകാൻ അവർക്ക് കഴിയും. എല്ലാ റോസാപ്പൂക്കളും ചുവന്നിട്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, റോസാപ്പൂ ചുവന്നിട്ടല്ലാത്തതും ഉണ്ടോ എന്നുള്ളതിന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരേ ആഖ്യയും ആഖ്യാതാവും വ്യത്യസ്ത ഗുണപരതയുള്ള 2 അംശവ്യാപി നിരുപാധിക തർക്കവാക്യങ്ങൾ തമ്മിലെ വൈരുദ്ധ്യ ബന്ധത്തെ കേവല വിരുദ്ധങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ആൻസറിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളതന്നെ ഒന്നുകൂടി വിശദമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിച്ചാൽ മതി കേട്ടോ. ഈ മറ്റൊരു ക്വസ്റ്റ്യനാണ്, എലാബറേറ്റ് ഓൺ ദ സബാൾട്ടേണേഷൻ relation between universal and particular proposition, explaining how the truth or falsity of one affects the truth value of the other. അത് നേരത്തെ നമ്മൾ പറഞ്ഞൊരു ആൻസർ തന്നെയാണ്. എന്താണ്, സർവ്വവ്യാപി അംശവ്യാപി വാക്യങ്ങൾ തമ്മിലെ പരാശ്രിത വിരുദ്ധ ബന്ധത്തെ കുറിച്ച് വിവരിക്കാനാണ്. ഒരു വാക്യത്തിൻ്റെ ശരിയും തെറ്റും അതിനനുബന്ധ അപാശ്രിത വിരുദ്ധ വാക്യത്തെ ഏത് തരത്തിൽ സ്വാധീനിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്യുക എന്നാണ്. ഇപ്പോൾ ഒരേ ആഖ്യയും ആഖ്യാതാവുമുള്ള സർവ്വവ്യാപി വാക്യവും അംശവ്യാപി വാക്യവും തമ്മിലെ ബന്ധമാണ് ഉപാശ്രിത വിരുദ്ധ ബന്ധം. ഇവയിൽ സർവ്വവ്യാപി വാക്യം ശരിയാണെങ്കിൽ അംശവ്യാപി വാക്യം ശരിയായിരിക്കും, എന്നാൽ സർവ്വവ്യാപി വാക്യം തെറ്റാണെങ്കിൽ അംശവ്യാപി വാക്യത്തിൻ്റെ ശരിയും തെറ്റും സംശയാസ്പദമായിരിക്കും. അതുപോലെ അംശവ്യാപി വാക്യം ശരിയാണെങ്കിൽ സർവ്വവ്യാപി വാക്യത്തിൻ്റെ ശരിയും തെറ്റും സംശയാസ്പദമായിരിക്കും. അംശവ്യാപി വാക്യം തെറ്റാണെങ്കിൽ സർവ്വവ്യാപി വാക്യം തെറ്റായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്, എല്ലാ കടുവകളും മിശ്ര ബുക്കുകളാണ് എന്ന വാക്യം ശരിയാണെങ്കിൽ കുറച്ച് കടുവകൾ മിശ്ര ബുക്കുകളാണ് എന്ന വാക്യം ശരിയല്ല. എല്ലാ കടുവകളും മിശ്ര ബുക്കുകളാണെങ്കിൽ കുറച്ച് കടുവകൾ മിശ്ര ബുക്കുകളാണ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, ശരിയായിരിക്കും. എല്ലാ പക്ഷികളും സസ്തനികളല്ല എന്ന വാക്യം തെറ്റാണെങ്കിൽ കുറച്ച് പക്ഷികൾ സസ്തനികളല്ല എന്ന വാക്യം സംശയാസ്പദമായിരിക്കും. കുറച്ച് വിദ്യാർത്ഥികൾ കഠിനാധ്വാനികളാണ് എന്ന ഈ വാക്യം ശരിയാണെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും കഠിനാധ്വാനികളാണ് എന്ന വാക്യത്തിൻ്റെ ശരിയും തെറ്റും സംശയാസ്പദമായിരിക്കും. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട്. ഇത് നമ്മൾ പറഞ്ഞതിന് ഡിഫൈൻ വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് ഇൻ സിംബോളിക് ലോജിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ കോൺസ്റ്റൻസും അതുപോലെ തന്നെ വേരിയബിൾസും എന്താണെന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലോജിക്കൽ കണക്റ്റീവ്സ് ഓഫ് കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻ വിത്ത് എക്സാമ്പിൾസ്, ദർ സിംബോളിക് റെപ്രസെൻറ്റേഷൻസ് ആൻഡ് ട്രൂത്ത് കണ്ടീഷൻസ്. സംയോജനം, വിയോജകം, കാരണാശ്രിതം എന്നീ ലോജിക്കൽ കണക്റ്റീവുകളെ അവയുടെ പ്രതീകാത്മക പ്രതിനിധാനങ്ങളുടെ ഉദാഹരണ സഹിതം വിശദീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെറിയൊരു ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടി വിശദീകരിച്ച് അങ്ങനെ പറയാമെന്നുള്ളതാണ്.
ആൻഡ് ഉപയോഗിച്ച് രണ്ട് പ്രസ്താവനകൾ നമ്മൾ ലോജിക്കൽ വിയോജിക്കുന്നതിനാണ് അല്ലെങ്കിൽ യോജിപ്പിക്കുന്നതിനെയാണ് സംയോജനം എന്ന് പറയും. ഈ രീതിയിൽ രണ്ട് പ്രസ്താവനകളെ സംയോജനത്തിലൂടെ ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചിഹ്നം നമ്മളൊരു ഒറ്റ ഉദ്ധരണി കൊടുത്തുകൊണ്ട് ചെയ്യില്ലേ, ഡോട്ട് എന്ന് പറഞ്ഞിട്ട്. ഈ സംയോജനം ശരിയാണെങ്കിൽ ആ സംയോജനത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള രണ്ട് ഘടക പ്രസ്താവനകളും ശരിയായിരിക്കും. ഈ രണ്ട് ഘടക പ്രസ്താവനകളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ സംയോജനം തെറ്റായിരിക്കാം. ഉദാഹരണത്തിന് ആലീസ് ഉയരമുള്ളവളാണ്, ബോബ് വിവേകിയാണ്. ഈ രണ്ട് പ്രസ്താവനകൾ സംയോജന ചിഹ്നം ഉപയോഗിച്ച് പി ക്യു എന്ന് രേഖപ്പെടുത്താം. ഈ രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ രണ്ട് വാക്യങ്ങളും പി ആലീസ് ഉയരമുള്ളവളാണ്, ക്യു ബോബ് വിവേകിയാണ് ശരിയായാൽ മാത്രമേ എന്താവുള്ളൂ, പി ഡോട്ട് ക്യു ശരിയാവുകയുള്ളൂ. അപ്പോൾ വിയോജകത്തിൽ രണ്ട് പ്രസ്താവനകൾ ചേർത്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഓർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ്. അതിന് നമ്മൾ വെഡ്ജ് വി എന്ന ചിഹ്നമാണ് ഇതിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വിയോജകത്തിലൂടെ ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്താവന ശരിയാണെങ്കിൽ വിയോജകം ശരിയായിരിക്കാം. വിയോജകം ഉപയോഗിക്കുന്ന രണ്ട് രീതികളുണ്ട്, ഇൻക്ലൂസീവും എക്സ്ക്ലൂസീവുമാണ് രീതികൾ. ഇൻക്ലൂസീവ് അർത്ഥത്തിൽ വിയോജനത്തിലൂടെ ബന്ധിപ്പിക്കുന്ന രണ്ട് പ്രസ്താവനകളിൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ വിയോജനം ശരിയായിരിക്കും. അതുപോലെ എക്സ്ക്ലൂസീവായിട്ടുള്ള വിയോജകമാണ് കാരണസാമ്യം. ഫിസിക്സ് പഠിക്കാം അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കാം എന്ന് നേരത്തെ ഉദാഹരണം പറഞ്ഞല്ലോ, ആ ഉദാഹരണത്തിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി അതേപോലെ നേരത്തെ പറഞ്ഞത് തന്നെ എടുത്ത് എഴുതി വെക്കാം. ഇപ്പോൾ കാരണാശ്രിതം പ്രതിനിധാനം ചെയ്യുന്നതിന് വ്യവസ്ഥാപരമായ പ്രസ്താവനകളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പി ആണെങ്കിൽ ക്യൂ, ഇതിൽ പി എന്നത് കാരണവാക്യവും ക്യൂ എന്നത് ഫലവാക്യവുമായിരിക്കും. ഇനി ചോദിക്കുന്ന മറ്റൊരു, ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ് ഇൻ കാറ്റഗോറിക്കൽ പ്രിപ്പോസിഷൻസ് ആൻഡ് സ്റ്റേറ്റ് ദ റൂൾസ് ഗവേണിംഗ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ടേംസ് ഇൻ AEIOU പ്രപ്പോർഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് AEIOUവിൽ എന്തിനെ ഓരോന്നിനെ സൂചിപ്പിക്കുന്ന എന്ത് കാര്യങ്ങൾ അത് കുറച്ച് വിശദമായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഇനി എസ്സേ ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒന്ന്, ഡിസ്കസ് ദ 4 സ്റ്റാൻഡേർഡ് ഫോംസ് ഓഫ് കാറ്റഗോറിക്കൽ പ്രിപ്പോസിഷൻ ഇൻ ട്രഡീഷണൽ ലോജിക്, ദെയർ സിംബോളിക് റെപ്രസെൻറ്റേഷൻസ് ആൻഡ് ദ റൂൾസ് ഗവേണിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ് ഇൻ ഈച്ച് ഫോം. എക്സ്പ്ലെയിൻ ഹൗ ദീസ് പ്രൊപ്പോസിഷൻ റിലേറ്റ് ടു ഈച്ച് അതർ ത്രൂ ദി ഒപ്പോസിഷൻ റിലേഷൻസ് ഓർ കോൺട്രാഡിക്ഷൻ, കോൺട്രാറി, സബ് കോൺട്രാറി ആൻഡ് സബാൾട്ടർനേഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് എസ്സേക്ക് സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് പഠിച്ചു വെക്കണം. അപ്പോൾ എൻ്റെ മലയാളവും പറഞ്ഞല്ലോ നേരത്തെ, എന്താണ്, ലോജിക്കിലെ 4 അടിസ്ഥാന നിരുപാധിക തർക്കവാക്യങ്ങൾ, അവയുടെ പ്രതീകാത്മക പ്രതിനിധാനങ്ങളെയും അവയിലെ പദങ്ങളുടെ വ്യാപ്തി നിർണ്ണയിക്കുന്ന ഘടകങ്ങളെയും വിശദീകരിക്കുക. എങ്ങനെയാണ് ഈ 4 നിരുപാധിക തർക്കവാക്യങ്ങൾ പരസ്പരം വൈരുദ്ധ്യ ബന്ധങ്ങളിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പൂർവാപര വിരുദ്ധം, അതുപോലെ കേവല വിരുദ്ധം, അതുപോലെ ഉപകേവല വിരുദ്ധം, ഉപാശ്രിത വിരുദ്ധം എന്നിവ അടിസ്ഥാനമാക്കി ഉദാഹരണ സഹിതം വിശദമാക്കുക. അത് ഞാൻ ഷോർട്ട് നോട്ടുകളും പറഞ്ഞു, പിന്നെ അതേപോലെ തന്നെ പാരഗ്രാഫിലും പറഞ്ഞിട്ടുണ്ട്. അതിനോട് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആവും കേട്ടോ. ഇനി ഇതിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത് തന്നെയാണ് കേട്ടോ. എന്താണ്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് വേരിയബിൾസ്, കോൺസ്റ്റൻറ്റ് ആൻഡ് ലോജിക്കൽ കണക്റ്റീവ്സ് ഇൻ സിംബോളിക് ലോജിക്, പ്രൊവൈഡിങ് എക്സാമ്പിൾസ് ആൻഡ് ട്രൂത്ത് കണ്ടീഷൻസ് for each connective. Discuss the advantages of symbolic logic over traditional logic in terms of clarity, brevity and accuracy. അത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അല്ലേ. എന്താണ് എൻ്റെ മലയാളം? സിംബോളിക് ലോജിക്കിലെ വേരിയബിളുകളെയും ലോജിക്കൽ കണക്റ്റീവുകളെയും അവ ശരിയും തെറ്റും ആകുന്ന നിബന്ധനകളോടുകൂടി ഉദാഹരണ സഹിതം വിശദീകരിക്കുക. നേരത്തെ പറഞ്ഞ ആൻസർ തന്നെ. അതോടൊപ്പം പരമ്പരാഗത ലോജിക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ സിംബോളിക് ലോജിക്കിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം ആണ് എന്ന് വ്യക്തത, സംക്ഷിപ്തത, കൃത്യത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക എന്നാണ് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് വിശദീകരിച്ച് എഴുതാൻ ഇങ്ങനെ 2 എസ്സേ ആണ് അതിന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള എസ്സേസ് കേട്ടോ. ഇത് കുറച്ചൊരു ടഫാണ്, കാരണം നമ്മളുടെ ഒരു സബ്ജക്റ്റുമായിട്ട് ഇതുവരെ നമ്മൾ പഠിച്ച സബ്ജക്റ്റുമായിട്ടൊന്നൊരു ബന്ധം വരാത്ത രീതിയിൽ, എന്നാലും ആൻസർ എന്നൊരു പേര് കൊടുത്തു ലോജിക്ക് അതിൽ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ലോജിക്കിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളോട് കൂടിയിട്ടാണ് ഇത് വിശദീകരിക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചാൽ ഈസിയായിട്ട് പാസ്സാവാൻ പറ്റും. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ പറഞ്ഞത് തന്നെ, അതാണ്. ആ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചാൽ മതി. അത് തന്നെ നിങ്ങളെ പാസ്സാക്കാനും അതിലപ്പുറം മാർക്കിന് ഉപകരിക്കും. ഓക്കെ, താങ്ക്സ്.